ജയിലറെ നടുറോഡിൽ ചെരുപ്പൂരി തല്ലിയിരിക്കുകയാണ് പെൺകുട്ടി. മധുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് മർദ്ദനമേറ്റത്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയിലിലുള്ള പ്രതിയുടെ ചെറുമകളാണ് പെൺകുട്ടി. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ജയിലറെ ചെരുപ്പൂരി തല്ലുന്ന പെൺകുട്ടി എന്നുള്ള വാർത്ത വരികയാണ്. ശ്രീധരൻ, എന്തായിരുന്നു ഇതിനൊക്കെ ആസ്പദമായിട്ടുള്ള സംഭവം? എന്തായിരുന്നു, എന്താണ് അവിടെ നടന്നത്? ജയിലിലുള്ള പ്രതിയുടെ മകളാണ് ഈ കുട്ടിയുടെ കൂടി ഇയാൾ വളരെ മോശമായി തനിക്ക് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. ഇത് ചോദ്യം ചെയ്താണ് പെൺകുട്ടി ഇയാളെ ചെരുപ്പൂരി തല്ലുന്നത്. തുടർന്ന് പെൺകുട്ടി ബന്ധുക്കളെയും പ്രതിയുടെ ഭാര്യയെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായും പരാതിയുണ്ട്. പെൺകുട്ടി തന്നെ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ഇയാളുടെ അടുത്തെത്തി ഇയാളെ ചെരുപ്പൂരി തല്ലുകയായിരുന്നു. ഏതായാലും ദൃശ്യങ്ങൾ സഹിതം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഈ ബാലഗുരുസ്വാമി എന്ന ഈ അസിസ്റ്റന്റ് ജയിലർ, മധുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലർ കൂടിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ നടപടിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇയാൾക്കെതിരെ കേസ് എടുക്കാനുള്ള നീക്കവും, അതായത് പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള നീക്കവും ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ ധീരതയെ ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയപ്പോൾ അതേ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനെ ചോദ്യം ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും തയ്യാറായതിനാൽ ഈ പെൺകുട്ടിയെ അഭിനന്ദിച്ച് നിരവധി ആളുകൾ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അതായത് ഈ പെൺകുട്ടിയുടെ ഈ പ്രതി, അതായത് ജയിലിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ അച്ഛനാണ്. അതായത് ഈ കുട്ടി ചെറുമകളാണ്. ഈ കുട്ടിയോട് ഇദ്ദേഹത്തിന് സൗകര്യങ്ങളൊക്കെ, ജയിലിൽ മതിയായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തനിക്ക് വഴങ്ങണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇയാൾ ഉന്നയിച്ചത്. അതായത് തനിച്ച് വീട്ടിലേക്ക് വരാനൊക്കെ ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ ഇയാൾ പ്രതിയുടെ ഭാര്യയെ അവരോടും മോശമായിട്ടൊക്കെ പെരുമാറിയിരുന്നു. ഇതിനൊക്കെയുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടി ഇയാളെ ചെരുപ്പൂരി അടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഈ സമയോചിതമായി ആ സ്പോട്ടിൽ തന്നെ ഈ പെൺകുട്ടി മടങ്ങിയെത്താം. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. സമയോചിതമായി ഇടപെടുന്നു, ധീരയായി ഇടപെടുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷേ ആ ചെയ്തിട്ടുള്ള പ്രതിക്കെതിരെ, അയാൾ ഒരു പ്രതിയാണ്, അയാൾക്കെതിരെ നടപടി വേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് என்ன சரியா பாரு என்னை பார்க்க உனக்கு என்னை பார்க்க உனக்கு கேட பையனா இருக்கா? அப்ப நீ இப்படி செய்யலாமா? അവിടെ നടന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അത്രയും അപമാനിക്കപ്പെട്ടു ആ കുടുംബം എന്നുള്ളതാണ് ആ പെൺകുട്ടിയും ആ കുടുംബാംഗങ്ങളും ചോദിക്കുന്നുണ്ട്. അടിക്കെന്ന് അവൾ പറയുന്നൊക്കെ നമുക്ക് കേൾക്കാനാവുന്നുണ്ട്. ആ പെൺകുട്ടി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ചെയ്തത് മാതൃകാപരം തന്നെയാണ്. ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി നാവ് പൊന്തുന്ന ഓരോരുത്തന്മാർക്കും നേരെ മറ്റു പെൺകുട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു തരത്തിൽ തന്നെയാണ് ആ പെൺകുട്ടി പെരുമാറിയതെന്ന് സംശയമൊന്നുമില്ല. ഇതിപ്പോൾ എന്ത് നടപടി ഉണ്ടാവും ഇയാൾക്കെതിരെ? ഇത്രയും തോന്നിവാസമൊക്കെ പെൺകുട്ടിയോട് പറഞ്ഞതിലും ചോദിച്ചതിലും ഒക്കെ നിയമം പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് സുരക്ഷ നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയത്. അതായത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് നാട്ടിൽ പലപ്പോഴും ചോദ്യചിഹ്നമാകുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഈ കാലത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ജയിൽ സൂപ്രണ്ടിൽ, അതായത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടി തന്നെ പോലീസിൽ നിന്ന് ഇത്രയും മോശം അനുഭവം ഉണ്ടാകുമ്പോൾ ഇനി എവിടെ രക്ഷ എന്ന് തോന്നിപ്പോയത് കൊണ്ട്
തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടി തന്നെ ഇതിനോട് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും തുടർന്ന് ഈ ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്ന മുറയ്ക്ക്, അന്വേഷണത്തിന്റെ മുറയ്ക്ക് ഇയാൾക്കെതിരെ മറ്റ് നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത് വലിയ കുറ്റം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി, ക്രിമിനൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട്, കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് നമുക്ക് ശ്രീധരനാണ് വിവരങ്ങൾ നൽകുന്നത്. ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ അവൾക്കായി എന്നുള്ളതാണ്. ഇനി മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ വേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസിൽ തന്നെ വെച്ച് പൊറുപ്പിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കേണ്ടത് തമിഴ്നാട് പോലീസാണ്.